RKPSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതികളും അധ്യക്ഷന്മാരുമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ കരട് നിർമ്മാണ സഭ എന്ന് നമ്മൾ പറയും. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെയും കമ്മിറ്റി ഓൺ ദി റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെയും അധ്യക്ഷൻ ഡോക്ടർ B രാജേന്ദ്ര പ്രസാദ് ആണ്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യയും ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയുമാണ്. മൗലികാവകാശ ഉപദേശക കമ്മിറ്റി വല്ലഭായ് പട്ടേലാണ്. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനും വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശ ഉപദേശക കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനിയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മൂർത്തി സത്യനാരായണയുമാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജിയാണ്. ട്രൈബൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ വല്ലഭായ് പട്ടേലാണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യയുമാണ്. താങ്ക് യു.